മനുഷ്യനില്ലാത്തത്. ഒരാൾ ചീത്ത പറയുമ്പോൾ അതായത് അതങ്ങനെയല്ല, അല്ലെങ്കിൽ അതിനോട് ഞാൻ സഹകരിക്കില്ല എന്ന് പറയാവുന്ന ഒരു ധൈര്യമാണ്. അത് നമുക്ക് കൂട്ടായ്മകളിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഇപ്പൊ മാർഷൽ ആർട്സിനെ പോലുള്ള കൂട്ടായ്മകളിൽ നിങ്ങൾ ഫിസിക്കൽ എക്സസൈസ് കൊണ്ട് ശരീരം പക്വമാവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നു, അതായത് ശരീരത്തിലും പ്രാധാന്യം നിറഞ്ഞ മറ്റെന്തോ ചിലതുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിനെ ഏകാഗ്രമാക്കാൻ തുടങ്ങും. മനസ്സിനെ ഏകാഗ്രമാക്കി കഴിയുമ്പോൾ നിങ്ങൾ ഒരു യോഗാവസ്ഥയിലെത്തി. ഒരു യോഗിക്ക് ഒരു വസ്തുവിനോട് എപ്രകാരം പ്രതികരിക്കണമെന്നറിയാം. പുരാതന തത്വചിന്തയിൽ പറയുന്നുണ്ട്, മനുഷ്യന്റെ അതായത് കുണ്ടലിനി ശക്തി ഉയരുന്നതിന് മുമ്പ് മനുഷ്യൻ അതായത് മുതല എന്നുള്ള സിംബലാണ് അതിന് നൽകിയിട്ടുള്ളത്. ശങ്കരാചാര്യന്റെ കഥയിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും, പുഴയിലിറങ്ങിയ ശങ്കരനെ മുതല പിടിക്കുകയും അവസാനം ഈ മുതലയുടെ പിടിവിടണമെന്നുണ്ടെങ്കിൽ എന്നെ സന്യാസത്തിന് പറഞ്ഞയക്കണമെന്ന് ശങ്കരൻ പറയുകയും ചെയ്ത കാര്യം. ഇവിടെ എല്ലാവരിലും ഈ മുതലുണ്ട്. അതായത് മനുഷ്യന്റെ കാമക്രോധ ലോപമോഹാദികളാണ്. ഈ കാമക്രോധ ലോപമോഹാദികളെ നമ്മൾ അതിജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ശാരീരികപരമായ അച്ചടക്കം ഉണ്ടാവും. ശാരീരികപരമായ അച്ചടക്കം എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, അതായത് ട്രെയിനിലുള്ള പീഡനങ്ങൾ, ബസ്സിലുള്ള പീഡനങ്ങൾ, റൂട്ടുമ്പിലുള്ള പീഡനങ്ങൾ. നമ്മൾ പീഡന കഥകൾ കേൾക്കാതെ പത്രങ്ങളില്ല. പത്രത്തിലെ മലയാളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാർത്ത ചായ കുടിച്ചുകൊണ്ട് പീഡന കഥകൾ വായിക്കുകയാണ്. ഏറ്റവും നല്ല പ്രസംഗം പീഡനം പ്രസംഗിക്കുന്ന ആളുകളുടെ പ്രസംഗം കേൾക്കാനാണ്. പീഡനം പ്രസംഗിക്കുന്ന ആളുകളുടെ പ്രസംഗം കേൾക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾ തിങ്ങിക്കൂടാറുണ്ട്, അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ ഗ്രൗണ്ടിന്റെ പരിമിതി അനുസരിച്ച് തിങ്ങിക്കൂടാറുണ്ട്. ഇതിലും ഒരു മോശകരമായ കാര്യമുണ്ട്. സഹതപിക്കാനുള്ളതാണ് സഹതപിക്കേണ്ടത്. അവർക്ക് മാക്സിമം പണിഷ്മെന്റ് മേടിച്ചു കൊടുക്കാനാണ് ചെയ്യേണ്ടത്. അല്ല പീഡന കഥകൾ ആവർത്തിച്ച് മറ്റുള്ളവർക്ക് പീഡനത്തിന്റെ രസകരമായ വശങ്ങൾ വൈകുന്നേരം ക്ലബ്ബുകളിൽ വെച്ച് ചർച്ച ചെയ്യുക,